ഹായ് എവരി വൺ. സോ മക്കളെ, നിങ്ങൾ എല്ലാവരും MBBSന്റെയും BDSന്റെയും സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. കമന്റ് ബോക്സിൽ നിറച്ച ഓപ്ഷൻ കൺഫർമേഷനെ കുറിച്ചും സെക്കൻഡ് അലോട്ട്മെന്റുകളെ കുറിച്ചും ഒക്കെയുള്ള ഡൗട്ടുകളാണ് നിങ്ങൾ ചോദിക്കുന്നത്. സോ ഇന്നലെ നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ വന്ന സ്കെഡ്യൂൾ നിങ്ങൾ കണ്ടിരിക്കും. അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നടത്തുകയാണ് നമ്മൾ. ഓൾ ഇന്ത്യയുടെയും പറയുന്നുണ്ട്, അതേപോലെ കേരളത്തിന്റെ സ്കെഡ്യൂള്. ആദ്യം നമുക്ക് കേരള തന്നെ നോക്കാം അല്ലെ. കേരളമാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം സെക്കൻഡ് അലോട്ട്മെന്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ചെയ്യേണ്ടത് ഓപ്ഷൻ കൺഫർമേഷൻ ആണ്. അതായത് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടി അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളും, അതായത് ഹയർ ഓപ്ഷനിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരും, ആദ്യ അലോട്ട്മെന്റ് കിട്ടാത്തവരും സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാൻ എന്ത് ചെയ്യണം? ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കണം. അവിടെ തന്നെ എഡിറ്റിംഗ് സാധ്യമാണ്. വേണ്ടാത്ത ഹയർ ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് സാധ്യമാണ്. റീ അറേഞ്ച്മെന്റും പോസിബിൾ ആണ്. ഓക്കെ, യെസ്, കേരളയുടെ കാര്യമാണ്. അപ്പൊ കേരളയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് പുതിയതായിട്ട് MCCയുടെ വെബ്സൈറ്റിൽ വന്ന സ്കെഡ്യൂൾ അനുസരിച്ച് കേരളയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 15-നാണ്. സെപ്റ്റംബർ 15 മുതൽ സെപ്റ്റംബർ 25 വരെയാണ് കേരളയുടെ സെക്കൻഡ് അലോട്ട്മെന്റ് നടക്കുക. ഇപ്പൊ 15ഓട് കൂടി നമുക്ക് ഓപ്ഷൻ കൺഫർമേഷൻ സാധ്യമാകും. അതായത് നാളത്തോടു കൂടി സാധ്യമാകും എന്നാണ് ഈ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാൻ, 16th 17th ആകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മാക്സിമം സെപ്റ്റംബർ 15 തന്നെ ഓപ്ഷൻ കൺഫർമേഷന്റെ ഫെസിലിറ്റി അവൈലബിൾ ആകും. അതിന് നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ കൺഫർമേഷനും എഡിറ്റിങ്ങും റീഅറേഞ്ച്മെന്റും ഡിലീഷനും നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. കേരളയെ സംബന്ധിച്ചാണെങ്കിൽ പുതുതായിട്ട് അനുവദിച്ച സീറ്റുകളിലേക്ക് വീണ്ടും ഓപ്ഷൻസ് നൽകാനുള്ള ഒരു അവസരവും നിങ്ങൾക്കുണ്ട്. പുതുതായിട്ട് അനുവദിച്ച സീറ്റുകളിലേക്ക് മാത്രം. യെസ്, അത് 15 മുതൽ 25 വരെയാണ്. ആൻഡ് ഒക്ടോബർ 1 മുതൽ 3 വരെയാണ് നിങ്ങളുടെ ഡേറ്റ വെരിഫിക്കേഷനും കാര്യങ്ങളും നടക്കുന്നത്. 30-ാം തീയതി സെപ്റ്റംബർ 30ഓട് കൂടിയാണ് അവസാനമായിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നിങ്ങൾ നോക്കണ്ട. കേരളയുടെ സ്കെഡ്യൂൾ കേരളയുടെ സിയുടെ വെബ്സൈറ്റിൽ വരണം. അതനുസരിച്ച് നമുക്ക് പറയാം. എനിവേ 15-നും 30-ഉം കൊണ്ട് എന്ത് ക്ലോസ് ചെയ്യും? സെക്കൻഡ് അലോട്ട്മെന്റിന്റെ എല്ലാ പ്രൊസീജിയറും ക്ലോസ് ചെയ്യുന്നതാണ് ഈ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച്, പുതിയ സ്കെഡ്യൂൾ അനുസരിച്ച് പറയാൻ സാധിക്കുന്നത്. ഓക്കെ അല്ലേ? അതാണ് കേരളത്തിന്റെ കാര്യം. കേരളത്തിൽ 15 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ ഒരു സ്കെഡ്യൂൾ പ്രകാരം. കേരളയുടെ സൈറ്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരണം. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുക, എഡിറ്റിംഗ് നടത്തുക. ഓക്കെ, എഡിറ്റിംഗ് വേണ്ടവർ എഡിറ്റിംഗ് നടത്തുക. യെസ്, പുതുതായിട്ട് അനുവദിച്ച സീറ്റുകളൊക്കെ അതിന്റെ വെബ്സൈറ്റിൽ കാണും. അത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പുതുതായിട്ട് അനുവദിക്കുന്ന സീറ്റുകൾ. യെസ്, ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ലേ? യെസ്, ഇനി നമുക്ക് ഓൾ ഇന്ത്യയുടെ സ്കെഡ്യൂൾ നോക്കാം. ഓൾ ഇന്ത്യയുടെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത് പുതുതായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഓൾ ഇന്ത്യയുടെ പ്രത്യേകത, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സീറ്റോ ഏത് സീറ്റും ആയിക്കോട്ടെ നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും അല്ലെ. കേരളത്തിലാണ് ഓൾറെഡി ഒരു എല്ലാ ചോയ്സ് ഫില്ലിങ്ങും അല്ല, ഓപ്ഷൻ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിംഗ് രണ്ടും ഒന്ന് തന്നെ. നമ്മളത് കഴിഞ്ഞതാണ്. ഇനി പുതുതായിട്ട് അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ കേരളത്തിൽ ആഡ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഓൾ ഇന്ത്യ ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അങ്ങനെയാണോ? കേരള പോലെയാണോ? അല്ല. ആദ്യ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രണ്ടാമത്തെ റൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാം. ആദ്യ റൗണ്ടിൽ കൊടുക്കാത്ത ഓപ്ഷനുകൾ പുതിയതായിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ കൊടുക്കാം. ആദ്യമായിട്ട് ചെയ്തതിന് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, മൈൻഡ് ആക്കണ്ട. രജിസ്ട്രേഷൻ നടത്തിയ കുട്ടികൾ വീണ്ടും രജിസ്ട്രേഷൻ നടത്തണം ഓൾ ഇന്ത്യക്ക്? വേണ്ട. അവർ വീണ്ടും ഫീസ് ഒന്നും അടയ്ക്കേണ്ട. ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങൾ നടത്തണം. ചോയ്സ് ഫില്ലിംഗ് എന്നാണ് പറയുക ഓൾ ഇന്ത്യയിൽ അല്ലെ. അപ്പൊ ചോയ്സുകൾ പുതുതായിട്ട് കൊടുക്കുക. ചോയ്സ് ഫില്ലിങ്ങിനുള്ള അവസരം എന്ന് പറയുന്നത് സെപ്റ്റംബർ 5 മുതൽ സെപ്റ്റംബർ 15 വരെയാണ് കേട്ടോ. അതായത് നാളെ 8 AM വരെയാണ് നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് നടത്താൻ പറ്റുന്നത്. ഇനിയും കൊടുക്കാത്തവർക്കും നാളെ 8 AM വരെ ടൈം ഉണ്ട് ചോയ്സ് കൊടുക്കാൻ. അതിനുശേഷം അവിടെ ചോയ്സ് ലോക്കിംഗ് നടത്തണം. ഓൾ ഇന്ത്യയിലാണ് ഈ ചോയ്സ് ലോക്കിംഗ് എന്നുള്ള കാര്യമുള്ളത് അല്ലെ. ചോയ്സ് ലോക്കിംഗ് എന്താ? സെപ്റ്റംബർ 14 8 AM മുതൽ സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് ചോയ്സ് ലോക്കിംഗ് നടത്താം. ലോക്ക് ചെയ്താൽ പിന്നെ അതെന്ത് തിരിച്ചു പോയിട്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. വൺസ് ലോക്ക് ചെയ്താൽ അത് ലോക്ക് ചെയ്തതാണ്. പിന്നെ തേർഡ് അലോട്ട്മെന്റിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ഓൾ ഇന്ത്യയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഓൾ ഇന്ത്യക്ക് ടൈം എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, നീട്ടി വെച്ചിരിക്കുകയാണ് 15 വരെ. നാളെ സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് ചോയ്സ് ലോക്കിങ്ങിനുള്ള സൗകര്യവും അതേപോലെ ചോയ്സ് ഫില്ലിങ്ങിനുള്ള സൗകര്യവും ഉണ്ട്. ചോയ്സ് ഫില്ലിങ് സെപ്റ്റംബർ 15 8 മണി വരെയാണ്. അതിനുശേഷം ചോയ്സ് ലോക്കിംഗ് നടത്തേണ്ടവർക്ക് അന്നേ ദിവസം ചോയ്സ് ലോക്കിങ്ങിനുള്ള അവസരവുമുണ്ട്. റിസൾട്ട് വരുന്നത് സെപ്റ്റംബർ 17-നാണ്. അപ്പോൾ സെപ്റ്റംബർ 17ഓടുകൂടി ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ട അലോട്ട്മെന്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ദെൻ 18 മുതൽ 25 വരെയാണ് റിപ്പോർട്ടിങ്ങിനും ഒക്കെ ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. 27 വരെ വെരിഫിക്കേഷൻ നടക്കും. സെപ്റ്റംബർ 27-ന് ശേഷമാണ് ഓൾ ഇന്ത്യയുടെ തേർഡ് അലോട്ട്മെന്റിലേക്ക്
നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ കേരളയുടെ അലോട്ട്മെന്റ് ആണെങ്കിലും ഇതിന് മുന്നേ നടക്കുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്താണ്, പക്ഷെ അതിന്റെ ഡേറ്റും മാറിയിട്ടുണ്ട്. 15-ാം തീയതിയിലേക്ക് അതും മാറ്റിയിട്ടുണ്ട്. നമ്മളൊരു 12-നൊക്കെ എക്സ്പെക്ട് ചെയ്താണ് അല്ലെ. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 12 കൂടിയൊക്കെ ഏകദേശം സെക്കൻഡ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഓപ്ഷൻ കൺഫർമേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഏകദേശം 27 കൂടിയൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ വന്ന് അതിങ്ങനെ നടന്നു പോയിരുന്നു. യെസ്, ഇത്തവണ എന്തായാലും 30-നുള്ളിൽ തന്നെ എന്തായാലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഏകദേശം ഉണ്ടാവും. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം ഒക്ടോബർ 1 വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് സെക്കൻഡ് അലോട്ട്മെന്റ്. എല്ലാത്തിനും ഇടയിൽ ഒരു മന്തിന്റെ ഗ്യാപ്പ് ഉണ്ട്. അതായത് ഓഗസ്റ്റ് 29 മുതൽ ഒരു സെപ്റ്റംബർ 29 വരെ ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റും കഴിഞ്ഞ സെക്കൻഡ് അലോട്ട്മെന്റിലേക്കുള്ള ഗ്യാപ്പ്. അടുത്ത അലോട്ട്മെന്റിലേക്ക് വീണ്ടും ഒരു മാസം ഗ്യാപ്പ് വരാനുള്ള, അതായത് എല്ലാ പ്രൊസീജിയറും അഡ്മിഷനും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓരോ അലോട്ട്മെന്റിനും ഒരു 1 മന്ത് ഗ്യാപ്പ് വരും. യെസ്, അത്രയും ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അലോട്ട്മെന്റ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓൾ ഇന്ത്യയുടെ സ്കെഡ്യൂൾ വന്നിട്ടുണ്ട്. ഓൾ ഇന്ത്യയുടെ സ്കെഡ്യൂൾ അനുസരിച്ച് നാളെ സെപ്റ്റംബർ 15 വരെ രാവിലെ 8 മണി വരെ പുതുതായിട്ട് ചോയ്സുകൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇതുവരെ രജിസ്ട്രേഷൻ നടത്താത്തവർക്ക് രജിസ്ട്രേഷൻ നടത്തി ചോയ്സുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. സെപ്റ്റംബർ 14 വരെ രജിസ്ട്രേഷൻ നടക്കത്തുള്ളൂ കേട്ടോ. രജിസ്ട്രേഷൻ ഇന്ന് 12 noon വരെയാണ് രജിസ്ട്രേഷൻ ഉള്ള നിങ്ങൾക്കുള്ള ഫെസിലിറ്റി. രജിസ്റ്റർ ഇന്ന് 2 മണി വരെ 12 മണി വരെ ചെയ്ത ആൾക്കാർക്ക് നാളെ സെപ്റ്റംബർ 15 8 മണി വരെ ചോയ്സ് ഫില്ലിംഗ് നടത്താം. ചോയ്സ് ഫില്ലിംഗ് കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് ചോയ്സ് ലോക്കിങ്ങും നാളെ തന്നെ ചെയ്യാനുള്ള അവൈലബിലിറ്റി ഉണ്ട്. 14 ഇന്ന് തൊട്ട് ചോയ്സ് ഫില്ലിംഗ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ചോയ്സ് ലോക്കിംഗ് തുടങ്ങാം. ഇന്ന് 8 മണി തൊട്ട് നാളെ സെപ്റ്റംബർ 15 വരെ ചോയ്സ് ലോക്കിങ്ങിനുള്ള സൗകര്യവുമുണ്ട്. അപ്പൊ രജിസ്ട്രേഷൻ ആണ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ഇന്ന് 12 മണി വരെയുള്ളൂ. ഓക്കെ, കഴിഞ്ഞ ആദ്യ അലോട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യാത്തവരോടാണ്. രജിസ്ട്രേഷൻ ഇന്ന് 12 മണി വരെയുള്ളൂ. ബട്ട് ചോയ്സ് ഫില്ലിംഗ് എന്ന് വരെയുണ്ട്. ചോയ്സ് ഫില്ലിംഗ് നാളെ 8 മണി വരെയുണ്ട്. ചോയ്സ് ലോക്കിങ്ങിന് നാളെ തന്നെയാണ് സമയം. നാളെ കൊണ്ട് എല്ലാം ക്ലോസ് ചെയ്യും. അപ്പൊ നാളെ തന്നെ ചോയ്സ് ഫില്ലിങ്ങും ചോയ്സ് ലോക്കിങ്ങും ഒക്കെ നടത്തണം. ഇന്ന് രജിസ്ട്രേഷനും എൻഡ് ചെയ്യും. അതാണ് ഓൾ ഇന്ത്യയുടെ കാര്യം. കേരളം നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഈ ഒരു പുതിയ സ്കെഡ്യൂൾ അനുസരിച്ച്. എന്തായാലും കേരളയുടെ വെബ്സൈറ്റിൽ പുതിയ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെയോടു കൂടിയോ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. യെസ്, ബൈ.